കൈക്കൂലി കേസിൽ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ CPO ഷബീറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുടെ അച്ഛന്റെ അടുത്ത് നിന്നാണ് കൈക്കൂലി വാങ്ങിയത്. അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തൻ, എന്താണ് നടപടി? നേരത്തെയും എന്തെങ്കിലും ഇത്തരം നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണോ? തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷബീറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം DCP ആണ് നടപടി എടുത്തിരിക്കുന്നത്. ഈ ഷബീറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഇയാൾ തുമ്പ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുടെ പിതാവിൻ്റെ പക്കൽ നിന്ന് 2000 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളൊരു ആരോപണം ഇയാളുടെ പേരിൽ ഉയർന്നിരുന്നു. അതും ഗൂഗിൾ പേ വഴിയാണ് ഈ 2000 രൂപ കൈപ്പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് അന്വേഷണം നടത്തി ഈ കൈക്കൂലി വാങ്ങി എന്ന തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DCP ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഷബീർ സ്ഥിരമായി പോലീസിനുള്ളിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന ആരോപണമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. കാരണം തുമ്പ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ തന്നെ ഇദ്ദേഹം പ്രതിയായിട്ടുണ്ട്. മോഷണം, സ്ത്രീധന പീഡനം, അങ്ങനെ വിവിധ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. 10ഓളം ആരോപണങ്ങൾ, ഈ തെറ്റായ വഴിക്കുള്ള നടപടികളുടെ ഭാഗമായി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥനാണ്. മറ്റൊന്നൊരു പക്ഷേ ദിവിഷയ്ക്ക് ഓർക്കുന്നുണ്ടാകും, കേരളയിലുമായി ബന്ധപ്പെട്ട് മംഗലപുരത്ത് ഒരു സമരം നടന്നിരുന്നു. കേരളയിൽ പ്രതിഷേധക്കാരുടെ സമരം. ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ ഒരു പോലീസുകാരൻ ചാടി ചവിട്ടുന്ന ഒരു ദൃശ്യം നമ്മളൊക്കെ തത്സമയം നൽകിയതാണ്. ആ ചാടി ചവിട്ടിയ പോലീസുകാരൻ ഈ ഷബീറാണ്. അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി അതിലും നേരിട്ടതാണ്. അപ്പോൾ സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ് ഈ CPO എന്ന് തന്നെ പറയാം. ഏതായാലും ഇപ്പോൾ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഡിവിഷൻ. അല്ല, ഈ സ്ഥിരമായി ഇങ്ങനെ ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് കൂടുതൽ നടപടികളുണ്ടോ, അതോ സാധാരണ രീതിയിലുള്ള സസ്പെൻഷൻ പിന്നെ തിരിച്ചെടുക്കലുമല്ലേ സംഭവിക്കുക? ഒരുപാട് തവണ അച്ചടക്ക നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കൈക്കൂലി കേസിൽ കൈയോടെ പിടികൂടി എന്നുള്ളതാണ്. അതും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് 2000 രൂപ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ തെളിവൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകും. തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഇതിനകത്ത് അന്വേഷണം നടത്തി ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇനി കുറേ തവണ ഈ നടപടികൾ നേരിട്ട ആളായതുകൊണ്ട് ഈ ഒരു നടപടിയോടെ ഈ അച്ചടക്കം അങ്ങ് പൂർണ്ണമായും പാലിക്കുന്ന ഒരാളായി മാറണമെന്നില്ല. ചിലപ്പോൾ ഇനിയും ഇദ്ദേഹത്തിന്റെ സ്ഥിരം പതിവ് ശൈലി പുറത്തെടുത്തേക്കാം. ചെറിയ പണിഷ്മെന്റ് നൽകി അദ്ദേഹത്തെ ഗൂഗിൾ പേയിലൂടെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ നടപടി എടുക്കുന്നത്. ശരി.